ഹലോ. അപ്പോൾ എന്നേക്ക് ഞാൻ കുറച്ച് ഇനി 10 ദിവസം വേഗം എണീക്കുള്ളൂ കേട്ടോ. അന്ന് എനിക്ക് ഫുൾ റെസ്റ്റാണ്. അപ്പോൾ ഞാൻ വേഗം എണീറ്റ് വന്ന് കോലമൊക്കെ ഇട്ട് ഗണേശ ഭഗവാനെ പിടിച്ച് വെക്കുകയാണ്. പിന്നെ വിളക്ക് തെളിയിക്കാനുള്ള പൂവൊക്കെ പറിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വിളക്കൊക്കെ തെളിയിക്കാം. എന്നും തെളിയിച്ചിട്ട് എന്നും ഞാൻ രാവിലെ നേരത്തെ തെളിയിക്കും. ഇപ്പോൾ ഇനി 10 ദിവസം പതുക്കെ തെളിയിക്കുള്ളൂ. അപ്പോൾ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല പറഞ്ഞ് വിളക്ക് തെളിയിക്കണം കേട്ടോ. നമുക്കൊരു പോസിറ്റീവ് വൈബല്ലേ അത്. അപ്പോൾ അടുക്കളയിലൊക്കെ വന്ന് ചായയൊക്കെ വെച്ചു. അപ്പോൾ ചായ കുടിക്കാം കേട്ടോ. അത് അമ്മ പണിക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അതാണ് അവിടെ കൂടെ കാണുന്നത് കേട്ടോ. പിന്നെ ഏട്ടൻ വർക്കിന് പോയി. അപ്പോൾ ഇന്ന് രാവിലെ നെയ്ച്ചോറും ചിക്കനുമാണ് അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ. രാവിലെ രാത്രി വന്നില്ല, രാവിലെയാണ് അമ്മ വന്നത്. അപ്പോൾ വരുമ്പോൾ നെയ്ച്ചോറും ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചിക്കൻ രാവിലെ കഴിക്കാറില്ല, നെയ്ച്ചോറ് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞു. രാവിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാലും പാത്രം ഇങ്ങനെ തന്നെ അങ്ങനെ നിറയെ സിങ്ക് നിറയുന്നു എനിക്ക് അറിയുന്നില്ല. പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തു. എന്നൊക്കെ നമുക്ക് അടിച്ച് വാരി തുടയ്ക്കാം കേട്ടോ. ഏകദേശം സമയം നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഫുൾ റെസ്റ്റാണ്. ഉച്ചയ്ക്കൊന്നും വെക്കണ്ട കേട്ടോ. ഉച്ചയ്ക്ക് ബിരിയാണി ഫെസ്റ്റ് ഉണ്ട്. ഒരു വയ്യാത്ത ചേച്ചിക്ക് നടത്തുന്നതാണ് അവർ. അപ്പോൾ ഞങ്ങളും ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ കയറേണ്ട ആവശ്യമില്ല. തുടയ്ക്കാം കേട്ടോ. തുടച്ചെടുക്കുക. അതിൻ്റെ അടിയിൽ സിറ്റൗട്ടിൻ്റെ താഴെ എന്നും ഈ രാത്രി ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ പ്രാണികൾ വന്നിട്ട് അതിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട്. പ്രാണികൾ പറഞ്ഞാൽ ചെറിയ ചെറിയ പാറ്റകൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി ഒന്ന് തുടയ്ക്കുകയാണ്. എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു മടത്തങ്കളി ചെടിയുണ്ട് കേട്ടോ വീട്ടിൽ. ആ കായൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നിങ്ങളവിടെ അതെന്താ പറയുന്നത് പറഞ്ഞാൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ കഴിച്ചപ്പോഴേക്കും മോൻ ഇതാ സ്പീക്കറിൻ്റെ ബോക്സും കൊണ്ട് ബാഹുബലിയാണ് പറഞ്ഞ് നടക്കുന്നുണ്ടേ.